Hi friends, നമ്മൾ മാർക്കറ്റിനെ കുറച്ച് ഗ്രീൻ നമ്മൾ കണ്ടു തുടങ്ങി അല്ലേ ശരിക്കും കാര്യം വേൾഡ് മാർക്കറ്റ് കുറേ കൂടി സെറ്റിലായി യുഎസിലെ ഫെഡിൻ്റെ ഡിസിഷൻ കുറേ കൂടി സപ്പോർട്ടീവായി ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കുറേ കൂടെ ഒരു ജൂലൈ ലെവലിലേക്ക് താഴാൻ തുടങ്ങി സോ വേൾഡ് മാർക്കറ്റിന് വളരെ പ്ലസ് ആയിട്ടുള്ളൊരു കണ്ടീഷനിലാണ് ഒരു അറ്റ്മോസ്ഫിയറിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് സോ നമ്മളെ സംബന്ധിച്ചും ദീപാവലി അടുത്തു 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ദീപാവലിയാണ് ശരിക്കും കമ്പനികൾ അതുകൊണ്ട് തന്നെ റിസൾട്ട്സ് പെട്ടെന്ന് ഡിക്ലെയർ ചെയ്ത് ഹോളിഡേ പോകാനായിട്ട് തിരക്കിലാണെന്ന് തോന്നുന്നു കാര്യം സംതിങ് അറൗണ്ട് ഒരു 2000-നടുത്ത് കമ്പനികൾ ഓൾറെഡി റിസൾട്ട് തന്നു കഴിഞ്ഞു ഈ Q2 ക്വാർട്ടറിൽ ശരിക്കും പറഞ്ഞാൽ സാധാരണ ഒരു റിസൾട്ട് സീസൺ തുടങ്ങിയാൽ ആ മാസം അതിൻ്റെ അടുത്ത മാസം സംതിങ് അറൗണ്ട് 25th റിസൾട്ട് നിങ്ങളുന്നതാണ് പക്ഷേ എനിക്കൊന്ന് ദീപാവലി ഫസ്റ്റ് സെക്കൻഡ് വീക്ക് വരുന്നതുകൊണ്ട് തന്നെ കമ്പനികൾ ഫാസ്റ്റായിട്ട് റിസൾട്ട് ഡിക്ലെയർ ചെയ്ത് ഹോളിഡേ പോകാനുള്ളൊരു തിരക്കിലായിട്ട് തോന്നുന്നുണ്ട് ശരിക്കും പല കമ്പനികളും നല്ല റിസൾട്ട് എന്ന കമ്പനികളുണ്ട് നല്ല എന്താ പറയണ്ടേ ഗ്രോത്ത് പ്രതീക്ഷിക്കുന്ന പല കമ്പനികളുമുണ്ട് നല്ല സെക്ടേഴ്സ് നല്ലോണം ഗ്രോ ചെയ്യുന്ന പല സെക്ടേഴ്സ് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നല്ല റിസൾട്ട് എന്ന Q2 നല്ല റിസൾട്ട് എന്ന 200 രൂപയിൽ താഴെയുള്ള ഏതാനും സ്റ്റോക്കുകളെ കുറിച്ചുള്ള വീഡിയോ ആണ് ഈ വീഡിയോയിൽ പറയുന്ന 5 സ്റ്റോക്കുകളേ ഉള്ളൂ പക്ഷേ 5 സ്റ്റോക്കുകളൊന്നുമല്ല ധാരാളം സ്റ്റോക്കുകൾ നല്ല റിസൾട്ട് തന്ന സ്റ്റോക്കുകളുണ്ട് തീർച്ചയായും ഈ വീഡിയോയുടെ എൻ്റെ ഒരു സെക്കൻഡ് പാർട്ടോ തേർഡ് പാർട്ടോ അടുത്ത ആഴ്ചയായിട്ട് ഞാൻ ആ കമ്പനികൾ കൂടെ ഉൾപ്പെടുത്തി ഞാൻ റിലീസ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ദിസ് വീഡിയോ ഈസ് ആബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ ഒരിക്കലും ഒരു വീഡിയോ റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കാൻ പാടില്ല ഇതൊക്കെ സ്റ്റഡീസിൻ്റെ ഒരു പാർട്ടായിട്ട് മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ അങ്ങനെ സ്റ്റഡീസിൻ്റെ പാർട്ടായിട്ട് എടുക്കുമ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ആ നോളജിൻ്റെ ഒരു ഹൊറൈസൺ എക്സ്പാൻഡ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എങ്കിൽ മാത്രമേ നമുക്ക് സസ്റ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് നല്ലൊരു ലെവൽ ഓഫ് ഇൻകം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ ഇതൊക്കെ സ്റ്റഡീസിൻ്റെ പാർട്ടായിട്ട് മാത്രമേ നിങ്ങൾ എടുക്കാവുള്ളൂ ഒരു കാരണവശാലും ഒരു റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കാൻ പാടില്ല നമുക്ക് വീഡിയോയിലേക്ക് നീങ്ങാം നമ്മുടെ മുഖവരയിൽ പറഞ്ഞ പോലെ തന്നെ ദിസ് വീഡിയോ ഡസ് നോട്ട് ഇനിഷ്യേറ്റ് എനി ബൈ യുവർ സെൽഫ് റെക്കമെൻഡേഷൻസ് രണ്ടാമത്തെ കാര്യം ഫിഗേഴ്സ് നിങ്ങളെല്ലാം ക്രോസ് ചെക്ക് ചെയ്യണം എനിക്കും തെറ്റുപറ്റാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട് ഫസ്റ്റ് കമ്പനി എന്ന് പറയുന്നത് EPL ലിമിറ്റഡ് എന്ന ഒരു കമ്പനിയാണ് സോ SL പ്രോപാക്ക് എന്ന് പറയും കമ്പനി ബേസിക്കലി പാക്കേജിംഗ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയാണ് നല്ല റിസൾട്ട് കൊടുത്തൊരു Q2 ആയിരുന്നു അവരെ സംബന്ധിച്ച് EBITDA margin improved continues in Q2 financial year 24. Revenue growth by 4% including Brazil 5.6 and strong EBITDA margin നോക്ക് 19% ഗ്രോത്ത് വന്നു പാക്ട് ഗ്രോത്ത് വന്നിട്ട് 50.4% ആയി ശരിക്കും ആൻഡ് ബ്രസീൽ തിരിച്ച് അവരുടെ ബ്രസീൽ ഓപ്പറേഷൻസ് റാമ്പിംഗ് അപ്പ് വെരി വെൽ ആക്ച്വലി ആൻഡ് അവരുടെ Q4 ഫിനാൻഷ്യൽ 24 കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ ഹൈലൈറ്റ്സ് ആണ് 2023 Q2-ഉം 2024 Q2-ഉം തമ്മിലുള്ള വ്യത്യാസം നോക്കുക റവന്യൂവിൽ EBIT മാർജിൻസ് PAT ആൻഡ് EPS നെറ്റ് ഡെപ്റ്റ് കുറച്ചുകൂടെ കുറഞ്ഞല്ലേ 2023 0.94x ആയിരുന്നു 0.56 എക്സായിട്ട് താഴാൻ സാധിച്ചു 5121 നിന്നും 3763 ആയി ആൻഡ് ROCE ഹാസ് ഇംപ്രൂവ്ഡ് എ ലോട്ട് ആൻഡ് EPL ക്യാപിറ്റൽ എഫിഷ്യൻസി സസ്റ്റൈനബിൾ റവന്യൂ ഗ്രോത്ത് 2023 Q2-ഉം 24 Q2 തമ്മിലുള്ള വ്യത്യാസമാണ് റവന്യൂയിലുള്ള ഗ്രോത്ത് അഡ്ജസ്റ്റഡ് എബിറ്റയിലുള്ള ഗ്രോത്ത് ആൻഡ് അഡ്ജസ്റ്റഡ് EPS-ലുള്ള ഗ്രോത്ത് ഇറ്റ്സ് ഗുഡ് പെർഫോമൻസ് ആൻഡ് കണ്ടിന്യൂസ് മാർജിൻ റിക്കവറി ഇൻ ദി ലാസ്റ്റ് 5 quarters വളരെ അടിപ്പെട്ടു പോയ ഒരു ഇൻഡസ്ട്രിയാണ് ബേസിക്കലി പാക്കേജിങ് കഴിഞ്ഞ കോവിഡിന് ശേഷം സോ ഈ ഒരു കമ്പനി ആ ലെവലിൽ നിന്നും കുറേ കൂടെ കയറാൻ തുടങ്ങി സോ ആ ഗ്രോത്ത് നോക്കി EBITDA അത് -13.3 നിന്നും 3.1 13.2 23.4 29.6 ആൻഡ് 21 ആൻഡ് അവരുടെ ഫ്യൂച്ചർ ഫോക്കസ് റിമെയിൻസ് ഓൺ 3 കീ ഔട്ട്കംസ് ആണ് സസ്റ്റെയിൻഡ് ഡബിൾ ഡിജിറ്റ് റവന്യൂ ഗ്രോത്ത് അതിനുള്ള കാരണങ്ങൾ ആൻഡ് സസ്റ്റൈനബിലിറ്റി ലെഡ് കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് അതിനുള്ള കാരണങ്ങൾ ആൻഡ് കണ്ടിന്യൂഡ് മാർജിൻ എക്സ്പാൻഷൻ അതിനുള്ള കാരണങ്ങൾ സോ EPL എന്ന് പറയുന്നത് സ്മോൾ ക്യാപ്പാണ് 6781 കോടിയാണ് ഇത് റെക്കോർഡ് ചെയ്യുന്ന ദിവസം 194 ഉള്ളൂ സ്റ്റോക്കിൻ്റെ പ്രൈസ് സ്റ്റോപ്പ് ഈസ് 24.6 ആൻഡ് ഇൻഡസ്ട്രി ബേസ് 23.3 ഡെപ്റ്റ് 0.46 ഉള്ളൂ ക്ലോസ് ടു 900 ക്രോസേ ഉള്ളൂ ഡെപ്റ്റ് ആൻഡ് എക്സലൻറ്റ് റിസൾട്ട് നോക്ക് സെപ്റ്റംബറിൽ 2022 948 എന്നുള്ള ടോപ്പ് ലൈൻ ഗ്രോത്ത് വന്നിട്ട് സംതിങ് അറൗണ്ട് 10% ടോപ്പ് ലൈൻ ഗ്രോത്ത് വൈയുമുണ്ട് ആൻഡ് ക്വാർട്ടറുമുണ്ട് 148 ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വന്നിട്ട് 159 അത് 181 ആയി വിത്ത് മാർജിൻ എക്സ്പാൻഷൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ 16% ആയിരുന്നു അത് 17 ആയി കഴിഞ്ഞ ക്വാർട്ടറിൽ അത് 18 ആയി സോ സ്റ്റേബിൾ പെർഫോമൻസ് എന്ന് എടുത്ത് പറയാൻ നമുക്ക് സാധിക്കും മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് വളരെ സ്റ്റേബിൾ ആണ് നോക്കൂ 39,806,235 നിന്നും 39,617,827 ചെറിയ വ്യത്യാസങ്ങളെ വന്നിട്ടുള്ളൂ ഇറ്റ്സ് മോർ ഓർ ലെസ് ഇറ്റ് ഈസ് വെരി സ്റ്റേബിൾ എന്ന് പറയാം ലാസ്റ്റ് 3 മാസം അടുത്ത കമ്പനി ദാവാത്ത് ആണ് Eqtfx എന്നാണ് കമ്പനിയുടെ പേര്
എക്സലന്റ് പെർഫോമൻസ് ആണ് ദാവത്ത് കാഴ്ചവെച്ചത്. എബിറ്റ 43% ഗ്രോത്ത്, എബിറ്റ് 48%, PBT 53% ആൻഡ് PAT 65% ഗ്രോത്ത്, റവന്യൂവിൽ 15% ഗ്രോത്ത്. എക്സലൻ്റ് ആയിട്ടുള്ള റിട്ടേൺ ഓൺ ഇക്വിറ്റി 19.5, 16.5 നിന്നാണ് 19.5 ആയത്. ആൻഡ് ക്യാഷ് പ്രോഫിറ്റ് ഈസ് 54%. ആൻഡ് Q2 ഫിനാൻഷ്യൽ 24 ഫിനാൻഷ്യൽ അപ്ഡേറ്റ്സ് ആണ് റവന്യൂവിലുള്ള ഗ്രോത്ത്, എബിറ്റ, ഗ്രോസ് പ്രോഫിറ്റ്, എബിറ്റ്, PBT ആൻഡ് PAT. PAT അപ്പ് ബൈ 65% ആണ് YOY വന്നിരിക്കുന്നത്. 158 കോടിയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് വന്നിരിക്കുന്നത്. ആൻഡ് H1 ഫിനാൻഷ്യൽ ആദ്യത്തെ 6 മാസം കഴിഞ്ഞ കൊല്ലവുമായിട്ട് റവന്യൂ 13%, ഗ്രോസ് പ്രോഫിറ്റ് ഒക്കെ ദർ ഇസ് എ സ്ലൈറ്റ് ഡിപ്പ് ബൈ 0.2%. എബിറ്റ വന്നിട്ട് 35% ഗ്രോത്ത് ആണ്, എബിറ്റ്, PBT ആൻഡ് PAT. ആൻഡ് ഇംപ്രൂവ് വർക്കിംഗ് ക്യാപിറ്റൽ സൈക്കിൾ, ഡെപ്റ്റ് ഡേയ്സ് കുറഞ്ഞിരിക്കും നോക്കും നിങ്ങൾ. ആൻഡ് ഡെപ്റ്റ് ആൻഡ് ഡെപ്റ്റേഴ്സ് എമൗണ്ട്, ഇൻവെൻട്രി ഡേയ്സ് ആൻഡ് ഇൻവെൻട്രി. സ്ട്രോങ് പ്രോഗ്രസ് ആണ് Q2 ആൻഡ് H1. മാർക്കറ്റ് ഷെയർ ഇൻ ഇന്ത്യ 30.2% ആണ് ഉള്ളത്. ദാവാത്ത് കൺസ്യൂമിംഗ് ഹൗസ് ഹോൾഡ്സ് ഇൻ ഇന്ത്യ ഈസ് 48 lakhs, ഗ്രോസ് 24%. ന്യൂ കൺട്രീസ് ആഡഡ്, ടേക്കിംഗ് ദി ടോട്ടൽ നമ്പർ അപ്പ് ടു 78. ഇതാണ് ഐസിംഗ് ഓൺ കേക്ക് എന്ന് പറയുന്നത്. പുതിയ 5 കൺട്രികളുടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കീ ഡെവലപ്മെൻറ്റ്സ് ഇൻ ഇന്ത്യ, ഇന്ത്യ ബിസിനസ് ദാറ്റ് കോൺട്രിബ്യൂട്ട്സ് 29%, ഗ്രൂ ബൈ 15%. ഡീറ്റെയിൽസ് നിങ്ങൾ വായിച്ചു നോക്കണം. LT ഫുഡ് 6,767 സ്മോൾ ക്യാപ്പാണ്, 13.3 ആണ് സ്റ്റോക്ക് PE അഗൻസ്റ്റ് ഇൻഡസ്ട്രി ബേസ് 42 ഓൺ ആൻ ആവറേജ്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇസ് വെരി മിനിമൽ, 980 ക്രോസ് ഡെപ്റ്റ് ആയിട്ടുള്ളൂ. ആൻഡ് സി ദി പെർഫോമൻസ്. ടോപ്പ് ലൈൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ 1,775 കോടിയിൽ നിന്നും 1,978 കോടിയെ സംതിങ് അറൗണ്ട് 15% ഗ്രോത്ത് വന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്വാർട്ടർ 1,778 ആയിരുന്നു, അതാണ് 1,978 ആയത്. അത് നാച്ചുറലി അതിൻ്റെ ട്രിപ്പിളിംഗ് എഫക്റ്റ് ഉണ്ടാവുമല്ലോ ശരിക്കും. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 172 നിന്ന് 214 നിന്ന് 240 ആയി, വിത്ത് എക്സെപ്ഷണൽ OPM പെർസെൻറ്റേജ് 10% to 12% to 12%. വെരി ഗുഡ് റിസൾട്ട്. ആൻഡ് മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് വെരി സ്റ്റേബിൾ മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് ആണ്. 12,482 431 നിന്നും 12,954 194, 12,966 367. എക്സലൻറ്റ് ഗ്രോത്താണ് മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. അടുത്ത കമ്പനി ഇന്ദ്രപ്രസ്ഥ അപ്പോളോ ഹോസ്പിറ്റൽസ് ആണ്. ഡൽഹിയിലുള്ള ഹോസ്പിറ്റലാണ്. അപ്പോളോ ഹോസ്പിറ്റൽ പാർട്ടാണ് ഇന്ദ്രപ്രസ്ഥ. 1,265 കോടി, ചെറിയ ഒരു മാർക്കറ്റ് ക്യാപ്പ് ഉള്ളതാണ്. ആൻഡ് സ്റ്റോക്ക് PE 16.9, ഇൻഡസ്ട്രി ബേസ് 35.9. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോസ് മിനിമൽ, ആപ്പട 4 കോടിയെ ഡെപ്റ്റ് ഉള്ളൂ കമ്പനിക്ക്. ആൻഡ് സി ദി ടോപ്പ് ലൈൻ ഗ്രോത്ത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ 284 നിന്നും 317 ആയി. കഴിഞ്ഞ കൂട്ടി 307 ആയിരുന്നു, അതാണ് 317 ആയത്. 44 to 47 to 50 ആണ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. വെരി ഗുഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് വിത്ത് OPM എക്സ്പാൻഷൻ 15 to 16%. ISMT എന്ന് പറയുന്ന ഒരു ചെറിയ കമ്പനിയാണ്. പക്ഷേ ഈ കമ്പനി ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ കൊല്ലം കിർലോസ്കർ ബ്രദേഴ്സ് ടേക്ക് ഓവർ ചെയ്ത കമ്പനിയാണ് ISMT എന്ന് പറയുന്ന കമ്പനി. സോ ISMT കൺസോളിഡേറ്റഡ് സെപ്റ്റംബർ 2023 net sales at 748.65, up by 5.5%. and ISMT standalone September 2023 net sale up by 5.55%. and post higher consolidated Q1 financial year PAT of 40.67 crores. and ISMT നോക്കൂ 2,607 കോടിയുള്ള മാർക്കറ്റ് ക്യാപ്പ്, സ്മോൾ ക്യാപ്പാണ്. 18.7 ആണ് കമ്പനിയുടെ സ്റ്റോക്ക് PE അഗൻസ്റ്റ് ഇൻഡസ്ട്രി BS 20.6, ഡെപ്റ്റ് 0.03 ഉള്ളൂ. ആൻഡ് പ്രൊമോട്ടർ ഹോൾഡിംഗ് 75%. എക്സലന്റ് പ്രൊമോട്ടർ ഹോൾഡിംഗ് ആണുള്ളത്. ആൻഡ് സി സെപ്റ്റംബറിൽ 709 കഴിഞ്ഞ കൊല്ലം, അതാണ് 749 ആയത്. അത് 709 കഴിഞ്ഞ ശേഷമുള്ള ബെസ്റ്റ് പെർഫോമൻസ് ആണ് കമ്പനി ഈ സെപ്റ്റംബറിൽ കാഴ്ചവെച്ചത്. ഇത് 13 ക്വാർട്ടറിലെ ഏറ്റവും നല്ല പെർഫോമൻസ് ആണ് 749. ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 60 നിന്നും 81 കോടിയിൽ നിന്നും 122 കോടി. എന്താ ഗ്രോത്ത് അല്ലേ, അമേസിംഗ് ഗ്രോത്ത് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ 9% OPM പെർസെൻറ്റേജ് ഉള്ളത് 16% ആയി, ക്ലോസ് ടു 2x അടുത്ത് വന്നു പെർഫോമൻസ്. അടുത്ത ലാസ്റ്റ് കമ്പനിയാണ് ഗുജറാത്ത് പിപ്പാവ് പോർട്ട് എന്ന് പറയുന്ന കമ്പനിയാണ്. സ്റ്റോക്ക് പീസ് 18.765 ക്രോസ്, മാർക്കറ്റ് ക്യാപ്പാണ് സംതിങ് അറൗണ്ട് സ്മോൾ ക്യാപ്പാണ്. ആൻഡ് പ്രൊമോട്ടർ ഹോൾഡിംഗ് ഈസ് 44%. ഡെപ്റ്റ് എന്ന് പറയുന്നത് വളരെ മിനിമലേ ഉള്ളൂ, 88 കോടിയേ ഡെപ്റ്റ് ഉള്ളൂ. ആൻഡ് വെരി ഗുഡ് റിസൾട്ടാണ് കാഴ്ചവെച്ചത്. കഴിഞ്ഞ സെപ്റ്റംബറിൽ 227 നിന്നും 253 ആയി ടോപ്പ് ലൈൻ. ആൻഡ് ദിസ് ഇസ് വൺ ഓഫ് ദി ബെസ്റ്റ് ഫിഗർ എമംഗ് ഓൾ ദിസ് 13 വിത്തിലെ ബെസ്റ്റ് ഫിഗർ ആണ്. ആൻഡ് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് നോക്കുക 121 to 106 to 151 വിത്ത് ഹയസ്റ്റ് OPM പെർസെൻറ്റേജ്. ഈ 60% മുമ്പ് വന്നിരിക്കുന്ന മാർച്ച് 2021 അതിനുശേഷം വരുന്ന ബെസ്റ്റ് OPM പെർസെൻറ്റേജ് ആണ് വന്നിരിക്കുന്നത് 60%. ആൻഡ് ഇറ്റ്സ് കമൻറ്റബിൾ പെർഫോമൻസ് ആണ് കാഴ്ചവെച്ചിരിക്കുന്നത് കമ്പനി. ഫ്രണ്ട്സ്, നിങ്ങൾ ഈ വീഡിയോ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ദിസ് വീഡിയോ ഈസ് അബ്സല്യൂട്ട്ലി നോട്ട് എ റെക്കമെൻഡേഷൻ. സ്റ്റഡീസിൻ്റെ പാർട്ടായിട്ട് എടുക്കുക, കൂടുതൽ സ്റ്റോക്കുകളെ കുറിച്ച് മനസ്സിലാക്കുക, കൂടുതൽ പഠിക്കുക. ശരിക്കും അതിനുവേണ്ടിയുള്ള ഇൻപുട്സാണ്, അതിനുവേണ്ടിയുള്ള സപ്പോർട്ട് സിസ്റ്റമായിട്ടാണ് ഈ വീഡിയോ വർക്ക് ചെയ്യുന്നത്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് വീണ്ടും സെക്കൻഡ് പാർട്ടിൽ നമുക്ക് കണ്ടുമുട്ടാം. സൈനിങ് ഓഫ്.